നമസ്കാരം. ഇന്നത്തെ വിഷയം കുട്ടികളിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള പരീക്ഷ ഭയം. ഇപ്പം പരീക്ഷയുടെ കാലഘട്ടമാണ്. ഒരുപാട് കുട്ടികളെ ഞാൻ കാണുന്നുണ്ട്. അതിൽ കുട്ടികളിലെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ഞാൻ കണ്ടുവരുന്നത് ഇപ്പോഴത്തെ പരീക്ഷ ഭയം 10, 11, 12 അതാണ് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് നടക്കുന്നത്. കാരണം മറ്റുള്ളവർ 10ാം ക്ലാസ് 11, 12 എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സംഭവമായിട്ട് പിള്ളേരിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു. കാരണം ഇന്നത്തെ പഠന രീതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കുട്ടികളിൽ വന്നിരിക്കുന്നു. കോവിഡ് വന്നതിന് ശേഷം കുട്ടികളിൽ പഠിക്കുന്ന രീതിയിൽ തന്നെ ഒരുപാട് വ്യതിയാനം കുട്ടികൾ തന്നെ വരുത്തി. മറ്റേ ഡെയിലി അവർ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്രയും നാൾ കണ്ടിരുന്നത്. ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുട്ടികൾ കൂടുതലും മൊബൈലിലേക്ക് അഡിക്റ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ സമയം അതിലേക്കാണ് അവർ ഫോക്കസ്ഡ് ആകുന്നത്, അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഈ കാരണത്താൽ ഇന്ന് കുട്ടികൾക്ക് ദിവസവും പഠിക്കാനായിട്ടുള്ള ഒരു ടൈം അവരെ സെറ്റ് ചെയ്യുന്നില്ല. എല്ലാം കൂടെ ലാസ്റ്റ് ഒരു പരീക്ഷയ്ക്ക് മുമ്പായിട്ടാണ് ഒരുവിധപ്പെട്ട് ഞാൻ കാണുന്ന കുട്ടികൾ പഠിക്കുന്നത്. അപ്പം ഈ ഒരു ബ്രെയിനിൽ അവർക്ക് സ്റ്റോർ ചെയ്യാവുന്നതിനൊരു ലിമിറ്റുണ്ട്. ലാസ്റ്റ് മിനിറ്റ് എല്ലാം കൂടെ അവർ അടിച്ച് ഏൽപ്പിക്കുമ്പോഴത്തേക്ക് അവർക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റണമില്ല. അത് മെമ്മറൈസ് ചെയ്തെടുക്കാനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഈ കാരണത്താൽ ഇന്ന് കുട്ടികൾ ഒരുപാട് മാർക്ക് കുറയുകയും ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, ദയവ് ചെയ്ത് ഈ ഒരു പഠന രീതി നിങ്ങൾ ബഹിഷ്കരിക്കുക. പകരം ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഡെയിലി നിങ്ങൾ എത്ര വിഷയം പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് നിങ്ങൾ തന്നെ അസസ് ചെയ്തിട്ട് അതിനനുസരിച്ചൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കുട്ടികൾ അനുഭവപ്പെടുന്ന എക്സാം ഫിയറിൻ്റെ ആവശ്യം വരുന്നില്ല. എക്സാം ഫിയർ കാരണം കൊണ്ട് ഓരോ കുട്ടികളിലും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വ്യത്യാസമാണ്. ചിലവർക്ക് ഓവറായിട്ടുള്ള ഹെഡേക്ക് വരുന്നു, ചിലർക്ക് വോമിറ്റിംഗ് സെൻസേഷൻ വരുന്നു, ചിലർക്ക് ഉറക്കമില്ലായ്മ വരുന്നു. ഇതെല്ലാം സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഏത് രീതിയിലും ഇതിലൊരു മാറ്റം വരുത്താൻ പറ്റും. അമിതമായിട്ടുള്ള സ്ട്രെസ്സാണ് കാരണമാകുന്നത്. അതുകൊണ്ട് കുട്ടികൾ പഠന രീതിയിൽ ഒരു വ്യതിയാനം വരുത്തി എക്സാം ഫിയറിൽ നിന്ന് മാറുക. നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്ന പേടിക്കേണ്ട ഒരു വസ്തുവല്ല. കാരണം അത് നമ്മൾ ജീവിതത്തിലെ മുമ്പോട്ടുള്ള ഓരോ ചുവടുപടികളും കയറണമെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷകൾ നമ്മൾ വിജയിച്ചു വന്നാലേ പറ്റുള്ളൂ. സ്കൂളിൽ അത് എക്സാം എന്നുള്ള രീതിയിൽ അല്ലാതെ നമ്മൾ ജീവിതത്തിൽ തന്നെ ഒരുപാട് പരീക്ഷകൾ നമ്മൾ ചവിട്ടി മറികടന്നാൽ മാത്രമേ ഒരു ജീവിതം നമുക്ക് നല്ലൊരു രീതിയിൽ സക്സസ് ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ എക്സാം ഫിയർ മാറണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ തന്നെ അതിന് മുൻകൈ എടുക്കണം. കുട്ടികളിൽ എനിക്ക് ഈ ഒരു രീതി, ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ എനിക്ക് ഒരു നെക്സ്റ്റ് എക്സാംസിന് ഭയമില്ലാതെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് കുട്ടികൾ തന്നെ സ്വയം ഒരു തീരുമാനമെടുക്കണം. ഒന്ന്, പാരൻസിൻ്റെ സ്ട്രെസ് ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട്. കാരണം പേരൻസ് കുട്ടികളെ പടി എന്നുള്ള ഓവറായിട്ടുള്ള ഒരു സ്ട്രെസ്സ് കൊടുക്കുന്ന കാരണവും ഈ ഒരു എക്സാം ഫിയറിന് വരുന്നു. കാരണം പേരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരുപാട് ഈ പ്രഷർ കാരണം കൊണ്ട് കുട്ടികൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഭയം കാരണം കൊണ്ട് അവർക്ക് ശരിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു അസസ്മെൻറ്റ് ഞാൻ ഓരോ സ്കൂൾസിൽ പോകുമ്പോഴത്തേക്കും അവർക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ക്ലാസ് ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു.